പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 9 അധ്യായം 12 വാക്യം: ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനം തന്നതത്രേ. ഹല്ലേലൂയ. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, പഴയ നിയമ യാഗങ്ങളിലെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തമല്ല, പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടത് കുഞ്ഞാടിൻ്റെ രക്തമത്രേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തമത്രേ. അവൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതുകൊണ്ട് അത് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് തന്നു. ഹല്ലേലൂയ. ഇതുവരെ ലഭിച്ച വീണ്ടെടുപ്പ്, ഹല്ലേലൂയ, ചില കാലഘട്ടങ്ങളിലേക്ക് മാത്രം വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ആരാധിച്ച് മടങ്ങി വരുവാനുള്ള ഹല്ലേലൂയ ഒരു പ്രവേശനമായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ ദൈവസഭയ്ക്ക് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് ലഭിച്ചു. സദാകാലത്തേക്കും ഒരു വാതിൽ തുറന്നു. ഇനി ആ വാതിൽ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ആരടച്ചാലും തുറപ്പാൻ കഴിവുള്ളവൻ നമുക്ക് വേണ്ടി നിത്യമായൊരു വാതിൽ തുറന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും അവൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നാം വായിച്ചത്. അത് നമുക്ക് പ്രവേശനം തന്ന രക്തമത്രേ. യേശു കർത്താവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് ഇത് 14 വാക്യത്തിൽ നാം വായിക്കുന്നു. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നോക്ക്, ഇന്ന് പകൽക്കാലം പറയുന്നു, ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ രക്തം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മുടെ നിർജീവ പ്രവൃത്തികളെ, ഹല്ലേലൂയ, പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കും. നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും. യേശുവിൻ്റെ രക്തം നമുക്ക് പ്രവേശനം തരുന്നു എന്ന് നാം വായിച്ചതുപോലെ ഇതാ രണ്ടാമത് പറയുന്നു, ആ രക്തം നമുക്ക് ശുദ്ധി വരുത്തും. ഇന്ന് പകൽക്കാലവും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും യേശുവിൻ്റെ രക്തത്തിന് അതിനെ കഴുകിക്കളയാൻ പറ്റും. യേശുവിൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ശുദ്ധീകരണം സംഭവിക്കും. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് അതാ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ മൂന്നാമതായി എബ്രായ ലേഖന കർത്താവ് പറയുന്നു, യേശുവിൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ, നിത്യ അവകാശത്തിന് നമ്മെ, ഹല്ലേലൂയ, അവകാശികളാക്കി തീർത്തു. ഹല്ലേലൂയ, വാഗ്ദത്തത്തിന് വിളിക്കപ്പെട്ടതിന് നമുക്ക്, ഹല്ലേലൂയ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു മാറ്റപ്പെട്ടു. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ചില വാഗ്ദത്തങ്ങൾ ലഭിക്കും. വാഗ്ദത്തങ്ങൾ ലഭിക്കുക മാത്രമല്ല, അതിനുവേണ്ടി സംസാരിക്കുന്ന, ഹല്ലേലൂയ, ഒരു മധ്യസ്ഥനെയും ദൈവം നമുക്ക് തന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പതാണ്. നമുക്ക് വാഗ്ദത്തം തരിക മാത്രമല്ല, ആ വാഗ്ദത്തം പ്രാപിപ്പാനുള്ള എല്ലാ കൃപയും തന്നു. അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരു മധ്യസ്ഥനെ തന്നു. ഹല്ലേലൂയ. ഇതാ വീണ്ടും വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, യേശുവിൻ്റെ രക്തം, ഹല്ലേലൂയ, ചിലതിനെ പ്രതിഷ്ഠിച്ചു. പഴയ നിയമത്തിൻ്റെ രക്തം ചിലതിനെ, ഹല്ലേലൂയ, ഉറപ്പാക്കുന്ന, ചിലതിനെ, ഹല്ലേലൂയ, ഡെഡിക്കേറ്റ് ചെയ്യുന്ന രക്തമെങ്കിൽ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ എന്നേക്കുമുള്ള, ഹല്ലേലൂയ, ഒരു ഉറപ്പ് ആ രക്തത്തിന് തരുവാൻ സാധിക്കും. ഹല്ലേലൂയ. മരണത്തിന് ശേഷം ചില നിയമം ഉറപ്പാക്കുമ്പോൾ യേശു കർത്താവിൻ്റെ രക്തം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്ന രക്തം അത്രേ. നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഒരു ഉറപ്പ് തരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഇത് പുതിയ നിയമത്തിൻ്റെ രക്തമത്രേ. ഈ രക്തം ചിലത് നമുക്ക് വേണ്ടി ഉറപ്പാക്കുന്നു. ദൈവസന്നിധിയിലുള്ള നമ്മുടെ നീതീകരണത്തെയും നമ്മുടെ ദൈവമക്കളെന്ന പദവിയെയും ഈ രക്തം നമുക്ക് വേണ്ടി ഉറപ്പാക്കുന്ന രക്തമത്രേ. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം അടുത്ത് വന്നിരിക്കുന്നത് ഈ പരിശുദ്ധ രക്തത്തിൻ്റെ അടുക്കലേക്കത്രേ. നമ്മുടെ പാപം പോക്കുന്ന രക്തം, നമ്മളെ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥന്മാരാക്കുന്ന ആ രക്തം, ഹല്ലേലൂയ, ആ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. നമുക്ക് വേണ്ടി ചിലത് ഉറപ്പാക്കുന്നു. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീതീകരണമായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ പകൽക്കാലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ആ രക്തത്താൽ നമ്മെ
നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തമല്ലല്ലോ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടത്, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. അതുകൊണ്ട് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് ദൈവം നമുക്ക് തന്നു. യേശു കർത്താവിൻ്റെ രക്തത്താൽ നിത്യമായ ചിലത് പ്രാപിപ്പാൻ അത് ഇടയാക്കി തീർത്തു. ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ആ രക്തത്തിൻ്റെ അവകാശമത്രേ നാം ഇന്ന് അനുഭവിക്കുന്ന വീണ്ടെടുപ്പ്. ആ രക്തത്താൽ അത്രേ ഹല്ലേലൂയ അവൻ നമുക്ക് ഹല്ലേലൂയ ശുദ്ധി വരുത്തിയത്, നമുക്ക് പാപമോചനം തന്നത്. ആ രക്തത്താൽ അത്രേ ഹല്ലേലൂയ നമ്മെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ കർത്താവ് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്. ആ രക്തത്താൽ അത്രേ ഹല്ലേലൂയ ചിലതിനെ ദൈവം ഉറപ്പാക്കുന്നത്, നമ്മുടെ വാഗ്ദത്തത്തെ ഉറപ്പാക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാണ്. ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ രക്തം സംസാരിക്കുമാറാകട്ടെ. ഈ രക്തം നമുക്ക് വേണ്ടി ഇടപെടുമാറാകട്ടെ. പ്രിയ പിതാവേ, ഇന്ന് രാവിലെ സമയം ഈ വചനം കേൾക്കുന്നതിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തത്താൽ ചിലത് ഉറപ്പാക്കണം. ഇവരുടെ ജീവിതത്തിൽ ദൈവിക വീണ്ടെടുപ്പിൻ്റെ ഫലം വെളിപ്പെട്ടു വരണം. ഇവരുടെ ജീവിതത്തിൽ കർത്താവ് കൊടുക്കുന്ന ഹല്ലേലൂയ ആ ശുദ്ധീകരണം, വിശുദ്ധി കൊടുത്ത് ഇവരെ മാനിക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ നമ്മെ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.